അതേസമയം ഇന്ത്യയെ, രാജ്യത്തിന്റെ മനസ്സാക്ഷിയെ, നമ്മുടെ ജനാധിപത്യ ബോധത്തെ ഞെട്ടിക്കാൻ അല്ലെങ്കിൽ ഉണർത്താൻ രാഹുൽ ഗാന്ധിയുടെ ഈ വെളിപ്പെടുത്തലിന് കഴിഞ്ഞു. അദ്ദേഹം വളരെ ധൈര്യത്തോടു കൂടിയാണ് കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചത്, രാജ്യത്തിന് മുമ്പിൽ സമർപ്പിച്ചത്. അദ്ദേഹം പ്രധാനമന്ത്രി മോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ശിങ്കിടി പാടുന്ന, കൂലിപ്പണിയെടുക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ, ഇവരെല്ലാം പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചു. അവർ ചെയ്ത കുറ്റങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അക്കമിട്ട് നിരത്തി. ഈ വോട്ട് ചോരി എന്ന് പറയുന്ന പ്രസ്ഥാനം പെട്ടെന്നുണ്ടായതൊന്നുമല്ല. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ കോൺഗ്രസ് വലിയ വിജയം പ്രതീക്ഷിച്ചതാണ്. ഹരിയാനയിലെ എല്ലാ എക്സിറ്റ് പോളുകളും, അതായത് സാധാരണ BJP പിന്താങ്ങുന്ന സ്ഥാപനങ്ങൾ നടത്തിയ എക്സിറ്റ് പോളുകൾ പോലും കോൺഗ്രസിന് വലിയ വിജയം പ്രവചിച്ചിരുന്നു. പക്ഷെ അതിന് കടകവിരുദ്ധമായിട്ട് BJP അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസ് അതിനെപ്പറ്റി ചിന്തിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധി ചിന്തിച്ചു. മഹാരാഷ്ട്രയിലെ ഫലവും കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ പാകപ്പിഴകളിലേക്ക്, അട്ടിമറിയിലേക്ക്, തട്ടിപ്പുകളിലേക്കുള്ള അന്വേഷണം ആരംഭിക്കുന്നത്. അതിന്റെ വലിയ അധ്വാനം ഒട്ടും ചെറുതായിരുന്നില്ല. ഇതുപോലൊരു എഫർട്ട് അല്ലെങ്കിൽ അധ്വാനം അത് കോൺഗ്രസിന് അത്ര പരിചിതവുമല്ല. BJP ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. മോദിയെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് അവർ നടത്തിയ PR എക്സർസൈസ് വേണമെങ്കിൽ ഇതുപോലെ എഫർട്ട് ഇട്ട് നടത്തിയ ഒരു പരിപാടിയായിരുന്നു.